ഇന്ന് ഇടയത്താഴത്തിന് എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി പോയിട്ടോ, അതുകൊണ്ട് കൂടുതൽ ക്ലിപ്പിംഗ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് തന്നെ കഴിച്ചു. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് അഫീനെ വിടാനുള്ള തിരക്കിലാണ്. അവന് രാവിലത്തേക്കുള്ള ഫുഡും ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അവന് 24-ാം തീയതിയാണ് കേട്ടോ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കൊന്നും ഏകദേശം എല്ലാവർക്കും 24-നാണെന്ന് തോന്നുന്നു. പിന്നെ 27-ന് കഴിയും. അപ്പോൾ ഇപ്പോൾ ഒക്കെ റിവിഷനാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ മദ്രസയുടെ എക്സാം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മദ്രസയുടെ എക്സാം ഈ നോമ്പിന് മുമ്പേ കഴിഞ്ഞല്ലേ എന്ന് കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് സ്കൂളിൽ മദ്രസയുടെ എക്സാമിൻ്റെ കാര്യം കേട്ടോ, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒപ്പം തന്നെ ഞാനും ഇറങ്ങി ഞങ്ങൾക്ക് ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ചിന്നു ഉണ്ട് കേട്ടോ, അവൾ കരിമണ്ണൂരിൽ നിന്ന് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫിയുടെ സ്കൂൾ ബസ്സിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അതിന് തൊട്ട് ശേഷം തന്നെ ഒരു ബസ് വരാനുണ്ട്. അതിന് കയറി പോവാണെങ്കിൽ പിന്നെ ഉടുമ്പന്നൂർ വരെ പോയി ഓട്ടോക്കൂലി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ്റെ സ്കൂൾ ബസ് പോകുന്നതിന് മുമ്പെങ്ങാനും ബസ് വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ഉമ്മച്ചിനെ കൂട്ടിയിട്ടോ. പിന്നെ ബസ്സിന് കയറി വന്നു. ഞങ്ങൾ അതേ ഷോപ്പിലെത്തിയിട്ടോ. ഷോപ്പ് സത്യത്തിൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഷോപ്പ് തുറന്നത്. പക്ഷെ നമ്മളെ പോലെ കുറേ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ പോയതുകൊണ്ട് തന്നെ തിരക്കൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എത്തിയല്ലോ. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കിത് ഡ്രസ്സ് നോക്കാനായിട്ട് പറ്റി. ഡ്രസ്സിങ് റൂമൊക്കെ ഫ്രീ ആയിരുന്നല്ലോ, പിന്നെ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു 2-3 എണ്ണമൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ നമുക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ലാസ്റ്റ് ഞങ്ങൾ ബാവാസിനെ വിളിച്ചു, നീ എങ്ങനെയെങ്കിലും ഒന്ന് പാടാം, ഞങ്ങൾക്കിത് പറ്റുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ അവൻ വന്നു. പിന്നെ അവന് ഇഷ്ടപ്പെട്ടവരെണ്ണം സെലക്ട് ചെയ്തു. ആ സെയിം തന്നെ ഞങ്ങൾ എടുത്തു കേട്ടോ. സെയിം മോഡൽ സെയിം കളർ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ്, അതായത് പെരുന്നാൾ കഴിഞ്ഞിട്ടൊരു കല്യാണം വരാനുണ്ട്. അപ്പോൾ അതിന് ഒരുമിച്ച് ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെ എടുത്തത്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ നിധിക്കൊരു ചെരുപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു, അങ്ങനെ അതും വാങ്ങി. പിന്നെ നമ്മൾ നേരെ ഇക്കാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആദ്യം ഒന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ. അതിനുശേഷം പിന്നെ അവിടെ ഹാങ്കറിൽ ഇട്ടേക്കുന്നതൊക്കെ നോക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് നല്ലൊരു ഓഫ് വൈറ്റ് കളർ ഒരു ഷർട്ടും കിട്ടി. അപ്പോൾ ബാവാസ് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ അത് സെലക്ട് ചെയ്തു. പിന്നെ അതിന് പറ്റിയൊരു ബാഗി പാൻറ്റും അവിടെ നിന്ന് തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇക്കായൊക്കെ നാളെ എത്തും. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഇവിടെ കൂടണമെന്നാണ് വിചാരിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം അവിടെയായിരുന്നു. അപ്പം എനിക്ക് സത്യത്തിൽ ഷർട്ട് മാത്രം എടുക്കാനായിരുന്നു പ്ലാന്. പാൻറ്റ് വാങ്ങിക്കാൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അളവിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ബാവാസൊക്കെ പറഞ്ഞത് അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇനിയിപ്പം അളവ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ വന്ന് മാറാലോ എന്ന് വിചാരിക്കണം. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഹസ്ബൻഡിന്, നമ്മളുണ്ടാക്കിയ പൈസയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷമുണ്ടല്ലോ, അതിന് മേളിൽ വെക്കാൻ ഒന്നുമില്ല എന്നെനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ബിക്കോസ് ഞാൻ അത്രയും ഹാപ്പിയാണ് കേട്ടോ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതേ ഫാൻസി ഷോപ്പിൽ കയറിയതാണ്. അതിനുശേഷം എനിക്കൊരു മാലയും ബുഷൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു. ഇത് നമ്മുടെ ചിന്നു അവളുടെ മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതൊന്നും അല്ല, വേറെ മാലയും കാര്യങ്ങളൊക്കെ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവളെല്ലാം നോമ്പും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അവളുടെ ഒരു സന്തോഷത്തിന്, ചിന്നുവിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. എന്തായാലും നല്ല കാര്യമാണെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ കുട്ടികൾക്കൊരു അപ്രിസിയേഷനൊക്കെ കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണല്ലോ. പിന്നെ ഉടുമ്പന്നൂർ വന്നിറങ്ങി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി.